ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് അലീനയോട് പറയുകയാണ്, അച്ഛൻ ഒരുപാട് സങ്കടങ്ങൾ മനസ്സിലൊതുക്കി പിടിച്ച് നിൽക്കുന്നത് ചേച്ചീനെ ഓർത്തിട്ടാണ്. ചേച്ചി ഇവിടെ ഇല്ലായിരുന്നെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചിക്ക് അറിയില്ലേ, ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ അച്ഛനെല്ലാം ഇപ്പോൾ തന്നെ തകർത്തേനെ. പിന്നെ ഈ വീടിൻ്റെയും ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുന്നു ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുക എന്നൊക്കെ കൃഷ്ണമോള് പറയണം. അപ്പോൾ അലീന പറയും, ഒരു കണക്കിന് നീ പറഞ്ഞത് ശരിയാണ്, ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും ക്ഷമിച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കണേന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് പറയും, ഇനി ചേച്ചി പോയി കഴിയുമ്പോൾ അമ്മ ഇവിടെ വന്ന് വീണ്ടും അഹങ്കാരവും ഭരണവും ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ അച്ഛൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ചിലപ്പോൾ എല്ലാം തകർത്ത് ആകെ തരിപ്പണമാക്കും. പിന്നെ ഞങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കും, ഓർത്തിട്ട് പേടിയാവുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, ഇനി ഒരിക്കലും മാഡം അഹങ്കാരം കാണിക്കില്ല എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് പറയും, എനിക്ക് അതിലൊരു വിശ്വാസമില്ല, അമ്മയ്ക്ക് മാറാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഇല്ല, അതിനുള്ളത് പറഞ്ഞിട്ടാണ് ഞാനന്ന് പോകുന്നത് എന്ന് പറയും. അപ്പം കൃഷ്ണമോൾ ഇങ്ങനെ ഒരു അതിശയത്തോട് ചുറ്റും, ചേച്ചി എല്ലാം പറഞ്ഞെന്നോ? അപ്പോൾ അലീന പറയും, ഇല്ല, ഞാൻ ആരാണെന്ന് മാത്രം പറഞ്ഞില്ല, പക്ഷേ എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് ഒരു പേടി മാഡത്തിന് ഉണ്ടാവും എപ്പോഴും എന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, മോളെ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയും. അപ്പോൾ കൃഷ്ണമോൾക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ, അലീനയ്ക്ക് ഇഷ്ടമുണ്ടായിട്ട് പോണതല്ല ഇവിടെ നിന്ന് കൃഷ്ണമോൾക്കും മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അലീന പറയും, ആ മോളെ നമുക്ക് കിടക്കാമെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയും, എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി, ഞാൻ പിന്നെ കിടന്നോളാം എന്ന് പറയും. അപ്പോൾ അലീന പറയും, നമുക്ക് കിടന്നുകൊണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരോട് കിടക്കുവാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇവിടുത്തെ സന്തോഷവും വെളിച്ചവും ഒക്കെ നഷ്ടപ്പെടും, ഞങ്ങൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ കൃഷ്ണമോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേയും മോള് എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്കെല്ലാവരും ഉണ്ട്, പക്ഷേ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു ബന്ധുക്കളോ സ്വന്തക്കാരോ എനിക്കില്ല, ധൈര്യപ്പെട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയും കരയാണ്. എന്നിട്ട് അലീന കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഒരു ദിവസം നമ്മളെല്ലാവരും ഒന്നിക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങനെ കരയുവാട്ടോ. അങ്ങനെ പിന്നെ കാണിക്കണത് രാവിലെ ആയപ്പോൾ ബാലചന്ദ്രൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു പോലീസ് വേഷത്തിൽ ഒരാൾ, അത് നമ്മുടെ ആനന്ദാണ്. ആനന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ്റെ സഹോദരിയുടെ ഭർത്താവ്. അപ്പോൾ അയാൾ വന്നേക്കണം. അപ്പോൾ അതിരാവിലെ വന്നതിനോട് ഗേറ്റൊന്നും പൂട്ടിയിട്ടേക്കുക. അപ്പോൾ സംശയപ്പെട്ടിട്ട് ബാലചന്ദ്രനെ വിളിക്കാൻ വേണ്ടി അയാൾ ആനന്ദ് ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന ഡോറ് തുറന്ന് വരും. അപ്പോൾ പുറത്ത് ആരെയോ കണ്ടിട്ട് അലീന ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പോലീസുകാരൻ. അപ്പോൾ അലീനയ്ക്ക് ആകെ സംശയം ഔട്ടോ, പോലീസ് വേഷത്തിൽ ഇതാരാ ഇപ്പോൾ വന്നേക്കണേന്ന് ഓർത്ത്. അപ്പോൾ ആരാ എന്ന് അലീന ചോദിക്കും. അപ്പോൾ ആനന്ദ് പറയും, ഞാൻ ആനന്ദ്, ഇവിടുത്തെ ബാലചന്ദ്രൻ്റെ സഹോദരിയുടെ ഭർത്താവ്. അപ്പോൾ അലീന പറയൂ, എനിക്ക് മനസ്സിലായി, സുനന്ദേച്ചിയുടെ ഭർത്താവല്ലേ, ഞാൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച്, പിന്നെ എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വേഗം തന്നെ അലീന ഗേറ്റൊക്കെ തുറന്നു കൊടുക്കും. അങ്ങനെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ആനന്ദ് ചോദിക്കും, ഇവിടെ ആരും എഴുന്നേറ്റതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, പിന്നെ അതിന് ആദ്യത്തെ ലക്ഷണമല്ലേ ഈ നിൽക്കണേ ഞാൻ എന്ന് പറയും. അപ്പോൾ ആനന്ദ് പറയും, നല്ല മറുപടി എന്ന് പറയും. അപ്പോൾ ബാലേട്ടൻ എവിടെയാ, ഉണർന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, അച്ഛനെ എഴുന്നേൽക്കാൻ സമയമായിട്ടുണ്ട്, ഞാൻ പോയി വിളിക്കാം എന്ന് പറയും. അപ്പോൾ ആനന്ദ് പറയും, വേണ്ട, ഞാൻ പോയി സംസാരിച്ചോളാം എന്ന് പറഞ്ഞ്, അപ്പോൾ താഴത്തെ മുറിയിലല്ലേ ഇപ്പോൾ കിടക്കണേ ബാലേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയില്ല, ഇപ്പം മുകളിലെ മുറിയിലാണ് എന്ന് പറയും. അങ്ങനെ ആനന്ദ് ബാലൻ്റെ റൂമിലേക്ക് പോവാണ്, മേളിലേക്ക്. അപ്പോൾ മുറിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ ചായ എടുക്കാമെന്ന് പറഞ്ഞാൽ അലീന അടുക്കളയിലേക്ക് പോകും. അപ്പോൾ ആനന്ദ് വേഗം തന്നെ ബാലൻ്റെ റൂമിൻ്റെ അവിടെ എത്തി ഡോറ് മുട്ടുവാണ്. അപ്പോൾ ബാലൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വാതിലൊക്കെ തുറന്ന്, അപ്പോൾ ബാലൻ അതിശയത്തോട് ചോദിക്കും, ഇതാരാ ഇത്, താൻ ഇവിടെ ഉണ്ടോ, തന്നെ കണ്ടിട്ട് കുറേ നാളായാലും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലല്ലോ തനിക്ക് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആനന്ദ് പറയും, എന്ത് ചെയ്യാനാ ബാലേട്ട, 24 മണിക്കൂറും ജോലിയല്ലേ, പിന്നെ കമ്മ്യൂണിക്കേഷൻ എവിടെന്നാ നേരം എന്ന് ചോദിക്കുമ്പോൾ ബാലൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും, ഒരിത്തിരി സമയം ഉണ്ടെങ്കിൽ താൻ ബാറിലാണല്ലോ ബാക്കി കമ്മ്യൂണിക്കേഷനൊക്കെ എന്ന് പറയും, ഞാൻ എല്ലാ വിവരമൊക്കെ അറിയുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആനന്ദ് പറയും, ഞാൻ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് ബാലേട്ട, ഗോവർദ്ധൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, അതേപോലെ 2 സഹോദരിമാരും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒരുപാട് വിശേഷങ്ങൾ പറയാറുണ്ട്, അതൊക്കെ ഞാൻ അറിയലൊക്കെ ഉണ്ട് എന്ന് പറയും.
അപ്പോൾ പറയും അലീന ആ കുട്ടിയുടെ കാര്യം എന്തായി, ആ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും അലീനയ്ക്കല്ലല്ലോ പ്രശ്നം, വൈജയന്തിക്കല്ലേ ആ പ്രശ്നം, ഇനിയിപ്പോൾ അടുത്തെങ്ങും തീരാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയും താൻ ഇനി ഒരുമാതിരി ഇത്രമാത്രം കുടിക്കുകയൊന്നും ചെയ്യരുത്. സുനന്ദ എന്നോട് പറയാറുണ്ട് തൻ്റെ കുടി ഇത്തിരി ഓവറാണ്, കരളുണ്ടല്ലോ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആനന്ദ് പറയും ഞാൻ ഇപ്പം അങ്ങനെയൊന്നുമില്ല ബാലേട്ടാ, ഞാൻ ഒരിക്കലും ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമില്ല. അപ്പോൾ അല്ല താൻ എന്താ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നേ? അപ്പോൾ പറയും എനിക്ക് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നത് അതിരാവിലെ എനിക്ക് പ്രമോഷൻ കിട്ടി എന്ന് പറയും. അപ്പോൾ കൊട്ടാരക്കരയിൽ അഞ്ചൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണെന്ന് പറയും. അപ്പോൾ ബാലന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ ബാലൻ പറയും ആഹാ എന്താടോ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അതെന്താ ബാലേട്ടാ അങ്ങനെ ചോദിച്ചേ, ഞാൻ എന്താ അത്ര മോശക്കാരനാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അല്ല ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പണിഷ്മെൻ്റ് ഒന്നുമല്ല, ഇത് വിത്ത് പ്രമോഷനാണ്, ഞാനിപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് SI ആയിട്ടാണെന്ന് പറയും. അപ്പോൾ ബാലന് സന്തോഷമാവും. ബാലൻ പറയും കൺഗ്രാജുലേഷൻസ്, താന് കൊള്ളാലോടോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കും. അപ്പോൾ ബാലൻ പറയും അങ്ങോട്ട് ഒറ്റയ്ക്കാണല്ലോ പോണത്, അപ്പോൾ അവിടെ ചെന്നാലും ഒരുപാട് കുടിക്കാനും ഇതിലും പ്രകോപനങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലൊന്നും വീടരുത്, ഇവിടെ ആകുമ്പോൾ പിന്നെ സുനന്ദയുടെ കൺട്രോൾ ഉണ്ടാവുമല്ലോ, അവിടെ ഒറ്റയ്ക്കാവുമ്പോൾ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ആനന്ദ് പറയും അതുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, ഇവിടെ സുനന്ദയും മക്കളും അല്ലല്ലോ, ഒറ്റയ്ക്കാലോ, അപ്പോൾ ബാലേട്ടൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. അപ്പോൾ ബാലൻ പറയും താൻ ഇനിയിപ്പോൾ ഇപ്പോൾ കുറച്ച് നാളും കൂടിയല്ലേ ഉള്ളൂ അക്കാഡമിക് ഇയർ തീരാനായിട്ട്, അപ്പോൾ അവിടെ കോട്ടയം സ്വർണ്ണം എടുക്കുക, എന്നിട്ട് സുനന്ദ മക്കളെ അങ്ങോട്ട് കൊണ്ടുപോകും, തനിക്ക് അതാ നല്ലത്, തൻ്റെ കുടുംബത്തിനും തൻ്റെ ആരോഗ്യത്തിനും അതാ നല്ലത് എന്ന് പറയും. അപ്പോൾ ആനന്ദ് പറയും ശരി ബാലേട്ടൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പോഴേക്കും റൂമിലേക്ക് അലീന വരും. അപ്പോൾ അലീന ചായയായിട്ട് വരും, അത് അവർക്ക് കൊടുക്കും. അപ്പോൾ ബാലൻ ഇങ്ങനെ പറയും അലീന ഇന്ന് ഇവിടെ നിന്ന് പോവാണ്, അവൾക്കൊരു ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ആനന്ദ് ചോദിക്കും എവിടേക്കാ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും കുളത്തൂർ പുഴ എന്നൊരു സ്ഥലത്താണ്, എനിക്കും പ്രൊമോഷനാണെന്നാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ പറയും അലീനേതേ ആനന്ദിനും പ്രൊമോഷനാണ്, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പ്രൊമോഷൻ്റെ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ആനന്ദ് ഇങ്ങനെ ബാലനോട് യാത്രയൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അലീന പിന്നെ സാധാരണ ദിവസം പോലെ തന്നെ വീട്ടുജോലികളിൽ മുഴുകാട്ടോ. അലീന ഒരു ചൂലൊക്കെ എടുത്ത് മുറ്റത്തിറങ്ങി മുറ്റം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടേക്ക് നമ്മുടെ രോഹിത്ത് വരും. അപ്പോൾ രോഹിത്ത് വന്നിട്ട് അയ്യോ അലീന ചേച്ചി എന്താ ഈ കാണിക്കുന്നത്, ഇന്ന് പോവാൻ നിൽക്കുന്ന ആളാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും അതിനെന്താ എല്ലാ ദിവസവും ഞാനല്ലേ ചെയ്യണേന്ന് ചോദിക്കും. അപ്പോൾ രോഹിത്ത് പറയും എന്നാലേ ഇന്ന് മുതൽ അത് വേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്കറിയാം, അതിങ്ങോട്ട് തന്നെ എന്ന് പറയും, ഇവിടെ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അലീന പറയും അത് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും രോഹിത്ത് പറയും ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ട് രോഹിത്ത് അകത്തേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അകത്തേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോളും ബബിതയും കൂടി വരുവാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കും ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയും അത് ആനന്ദങ്ങളായിരുന്നു, ഇപ്പോൾ വന്നു എന്നൊക്കെ പറയും, എന്തോ പറയാൻ വന്നതാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയും, എനിക്ക് കറക്റ്റ് കാര്യം അറിയില്ല എന്നൊക്കെ രോഹിത്ത് പറയും. അപ്പോൾ പറയും പിന്നെ നമ്മുടെ അലീന ചേച്ചി അവിടെ ചൂടുമായിട്ട് പുറത്ത് നിൽപ്പുണ്ടെന്ന് പറയുമ്പോൾ ബബിത പറയും എന്നെ പരിപാടിയാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ബബിത പുറത്തേക്ക് പോയി അലീനയുടെ അടുത്ത് ചെന്നിട്ട് പറയും ഇവിടെ ഇന്ന് പോവുമല്ലേ, ഇന്ന് ഇവിടെ അലീന ചേച്ചിയുടെ ഒരു സേവനവും വേണ്ട, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇനി ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്യണേന്ന് പറയുമ്പോൾ അലീന പറയും എന്നെ ഒഴിവാക്കുമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും ആരും പറഞ്ഞില്ലല്ലോ ഒഴിവാവാൻ, താനെ എടുത്ത തീരുമാനമല്ലേ, ആവശ്യമില്ലാത്ത തീരുമാനങ്ങളല്ലേ എന്നും പറഞ്ഞ് ചൂട് പിടിച്ച് വാങ്ങിച്ചിട്ട് അടിച്ചു വാരും കേട്ടോ. അത് കഴിഞ്ഞ് അലീന വേദന കിച്ചണിൽ പോയി കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടേക്ക് കൃഷ്ണമോൾ വരും. കൃഷ്ണമോൾ പറയും അലീന ചേച്ചി എന്ത് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ എന്ന് പറയുമ്പോൾ പറയും ഇന്നേ അലീന ചേച്ചിയുടെ ഒരു സേവനവും ഇവിടെ വേണ്ട, ഇന്ന് പോകാനുള്ളതല്ലേ, പോകാൻ ഭയങ്കര ധൃതിയായിരുന്നല്ലോ, പോയി ആ ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്ക്, എന്നിട്ട് വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ അലീനക്ക് വിഷമമാവും. അപ്പോൾ അലീന പറയും നിങ്ങളൊക്കെ എന്ത് ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയും പിന്നെ എങ്ങനെ പറയണം, ഓരോന്ന് തന്നെത്താനെ എടുക്കുന്ന തീരുമാനങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ ഇങ്ങനെ പറയുമ്പോൾ അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അത് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീന റൂമിൽ പോയിട്ട് അവളുടെ ഡ്രസ്സൊക്കെ പെട്ടിയിലേക്ക് എടുത്തു വെക്കുകയാണ്. അപ്പോൾ അവിടെ പെട്ടിയിൽ ഒരു സാരിയും അതേപോലെ തന്നെ കുറേ സ്വർണ്ണവളകളും മാലയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അലീന ഇങ്ങനെ വിഷമത്തോടു കൂടി അതിലേക്കൊക്കെ നോക്കി നിന്ന് കരയുവാണ്. ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അലീനയുടെ യാത്ര പറച്ചിലും ഇതൊക്കെ ആ വീട്ടിലുള്ളവരെ സങ്കടവും ബാലൻ്റെ
ബാലൻ്റെ നൊമ്പരവും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബായ്.